ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ പൂമ്പാറ്റേനെ കുളിപ്പിക്കാനും റെഡിയാക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സ്കൂൾ വണ്ടി ഇന്ന് നേരത്തെ വരും കേട്ടോ. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാവിലത്തെ മെയിൻ പരിപാടിയായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ കറി ഉണ്ട് കേട്ടോ, ചെമ്മീൻ കറി ഉണ്ട്. അപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ പൂമ്പാറ്റ നിന്ന് പല്ല് തേക്കാണ്. ഇനി അവളേനെ പല്ല് തേപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കണം, കഴിക്കാൻ കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആളാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. കൊടിയും ഒക്കെ വാങ്ങിയേക്കല്ലേ. അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെയല്ലേ, പുതിയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉപയോഗിക്കാൻ ഒരു സമാധാനം കിട്ടില്ലല്ലോ. അതുപോലെ ഉപയോഗിക്കാനുള്ള ഒരു ത്രില്ലിലാണ് അവളിരിക്കണത്. അപ്പോൾ അവൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു, അവളെന്നെ കുളിപ്പിക്കും, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അവൾക്ക് എന്താ പറയുക വാങ്ങിച്ച സാധനങ്ങൾ. 3 ദേശീയ പതാക മേടിച്ചു കേട്ടോ. ഒരെണ്ണം അവൾക്കും 2 ഏട്ടന് വണ്ടിയിൽ വെക്കാനായിട്ട്. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഹെയർ ബാൻഡാണ് കേട്ടോ. ഇതേപോലെ പതാകയുടെ നിറമുള്ള ഹെയർ ബാൻഡ്, പിന്നെ ഒരു വൈറ്റ് ഹെയർ ബാൻഡ്, ഒരു ബാഡ്ജ്, പിന്നെ 2 ബണ്ണ് കേട്ടോ മുടി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ബണ്ണും പതാകയുടെ കളറ്, അതുപോലെ തന്നെ എന്താ പറയുക ഹെയർ ബാൻഡും പതാകയുടെ കളറ് ആകുമ്പോൾ ഒരുപാട് ആർഭാടാവും വിചാരിച്ചിട്ടാട്ടോ ഞാൻ വൈറ്റ് ഹെയർ ബാൻഡ് വാങ്ങിച്ചത്. പിന്നെ ഓർത്തു എന്തായാലും പതാകയുടെ നിറമുള്ള ഹെയർ ബാൻഡ് വാങ്ങിയതല്ലേ, അപ്പോൾ അതെന്തായാലും വെച്ച് കൊടുക്കണമല്ലോ. അപ്പം എന്നാൽ 2 വൈറ്റ് ബണ്ണ് വാങ്ങിയാൽ മതിയായിരുന്നു വിചാരിച്ചു കേട്ടോ. ഞാനാണെന്ന് വെച്ചാൽ ഈ ചിന്തയൊക്കെ എനിക്ക് തിരിച്ചു വരുമ്പോൾ വണ്ടിയിലിരിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ബണ്ണ് വാങ്ങിയില്ല, അവളുടെ കയ്യിലാണെന്ന് വെച്ചാൽ വൈറ്റ് ബണ്ണ് ഇല്ലേനും. അപ്പോൾ എന്തായാലും വാങ്ങിച്ച ബണ്ണ് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹെയർ ബാൻഡ് എന്തായാലും വെച്ച് കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതാകയുടെ ഹെയർ ബാൻഡൊക്കെ ഇപ്പം തന്നെ അല്ലേ വെക്കുള്ളൂ. അങ്ങനെ അവളെന്നെ ഒരുക്കി റെഡിയാക്കിട്ടോ. ഇതാണ് അവളുടെ എന്താ പറയുക ഒരുക്കി കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് കേട്ടോ. ഇന്നലെ മുതൽ തന്നെ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ മുടിയൊക്കെ കെട്ടി ഹെയർ ബാൻഡൊക്കെ വെച്ച് ബാഡ്ജൊക്കെ കുത്തി ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ സ്കൂളിലേക്ക് പോണത്. അപ്പോൾ അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ചെരുപ്പല്ല കേട്ടോ ഇടാറ്, മഴയൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഷൂവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഒരു സാധാ ഒരു ചെരുപ്പ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഷൂ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇങ്ങനെ പവർ കാട്ടി നടക്കുക കേട്ടോ. നമുക്ക് നല്ല രസമല്ലേ നമ്മുടെ പിള്ളേർ ഇങ്ങനെ പവർ കാട്ടി നടക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ ഒരുപാട് സന്തോഷത്തിൽ ആൾ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടന് വണ്ടിയിൽ കൊടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പൂമ്പാറ്റ എന്തായാലും ഒരു 10-11 മണിയാകുമ്പോഴേക്കും വരെ ഉണ്ടാവും കേട്ടോ. ഉച്ചവരെ അല്ല, ഒരു കുറച്ച് നേരമല്ലേ ഉണ്ടാവുള്ളൂ സ്കൂള്. ഞാൻ എന്തായാലും സ്നാക്സ് ഒക്കെ കൊടുത്തു കഴിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്നാണെങ്കിൽ അവർ കൊടിയൊക്കെ ഉയർത്തി കഴിഞ്ഞും മിഠായിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ച് വരാനുണ്ടാവും. എന്നാലും കൂടെ ഞാൻ കൊടുത്തയച്ചു. ഞാൻ പൂമ്പാറ്റേനെ സ്കൂൾ വണ്ടി കയറ്റി വന്നപ്പോഴേക്കും ഏട്ടൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ സ്റ്റാൻഡിൽ പോയിട്ടോ. അപ്പോഴേക്കും പിന്നെ ഞാൻ എൻ്റെ പരിപാടികൾ നോക്കി ചോറിന് വെള്ളം വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം എനിക്കത് കഴിക്കണം. അപ്പം ഞാൻ ഓർത്തൊന്ന് അരി ഇട്ടിട്ട് കഴിക്കാനിരിക്കുക. അപ്പോൾ പിന്നെ കഴിച്ച് കഴിയുമ്പോഴേക്കും അരി വേവ് കേട്ടോ. റേഷൻ കടയത്തെ അരിയാണ്, അധികം വേവൊന്നുമില്ല. അത് മാത്രമല്ല ഞങ്ങൾ അധികം വേവിക്കാറുമില്ല കേട്ടോ. ആ അരി ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ ഏട്ടന് ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഇന്നലത്തെ ചപ്പാത്തിയും ചെമ്മീൻ കറിയും ഉണ്ട്. അങ്ങനെ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അരിയൊക്കെ വാർത്ത് കഴിഞ്ഞപ്പോഴേക്കും പൂമ്പാറ്റിങ്ങനെ കൊണ്ടുവരാൻ സമയമായിട്ടോ. ഒരു 10 മണി 10:30 ആയപ്പോഴേക്കും അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളേനെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അവൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അവിടുത്തെ സ്കൂളിൽ നടന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ എന്നോട് പറയണത്. എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. അങ്ങനെ അവൾ ടി വി കാണണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ടി വി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ രാവിലെ സ്നാക്സ് കൊടുത്തയച്ചായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു ഉച്ചരിഞ്ഞിട്ട് കേട്ടോ. ഈ കാണുന്ന ചാക്കുകളിലൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന്ന് എടുത്തതാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റൗമ്മ വെക്കണതും അതുപോലെ തന്നെ ഈ ഒരു മൺചട്ടി കേട്ടോ. ഈ സ്റ്റൗമ്മ വെക്കണത് അതിലെടുത്തു വെച്ച കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിരിക്കുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈ ഒരു ഇത് കുറേ ദിവസമായിട്ടോ പൊട്ടിയിട്ടിരിക്കണു. അപ്പോൾ ഇതെന്നും ചെറുതുരുത്തിക്ക് പോകുമ്പോൾ ഞങ്ങളിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആ ചാക്കിൽ സത്യം പറഞ്ഞാൽ ഇത് തരുന്നതല്ല കേട്ടോ. ഞാൻ എന്താ പറയുക ഈ മൺചട്ടി തരുന്നതാണ് കേട്ടോ. മൺചട്ടി ഇവിടെ അമ്മ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു.
കുറേ ദിവസമായിട്ടോ ഞാനിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് പോയ ചട്ടിയിൽ ചപ്പാത്തി ഉണ്ടാക്കണു. എനിക്കാണെങ്കിൽ തീരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല കേട്ടോ അതിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചതാണ് കേട്ടോ. ആലോചിച്ചത് പറഞ്ഞാൽ ചപ്പാത്തി പരത്തുമ്പോഴും കുഴയ്ക്കുമ്പോഴൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു മൺചട്ടി അമ്മ വാങ്ങി തന്നതുണ്ടായിരുന്നല്ലോ, അത് എവിടെയെന്ന് ഇങ്ങനെ ഓർത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് കുഴയ്ക്കലും പരത്തലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതേ കൈ കൊണ്ട് കേട്ടോ, അതാട്ടോ എൻ്റെ കൈമ മാവ്. ഞാൻ വേഗം പോയിട്ട് ആ ചാക്ക് അഴിച്ചു നോക്കിയപ്പോഴാണ് കേട്ടോ അതിൽ ഇത് രണ്ടും കിട്ടിയത്. അപ്പോൾ അതെന്തായാലും നന്നായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചട്ടിക്ക് അടുപ്പത്ത് വെച്ച് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ പൂമ്പാറ്റ ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. ഒരു എയും എസ്സും പിന്നെ ഒരു ലവും അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഏട്ടൻ വന്നിട്ട് ഏട്ടൻ എന്തോ ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴമൊക്കെ വാട്ടണുണ്ട് ആൾ നിന്നിട്ട്, ഞാനാണെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് എന്താ പറയുക ചപ്പാത്തിയും ചൂടുണ്ട് കേട്ടോ. എന്ത് സ്നാക്കാണെന്ന് എൻ്റെ അടുത്ത് പറയണില്ല കേട്ടോ. എന്താ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മളുടെ നേന്ത്രക്കായാണ് കേട്ടോ, നേന്ത്രപ്പഴം നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നുറുക്കിയിട്ടിട്ട് അത് ആൾ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആളെന്തായാലും ആ വക കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എനിക്ക് കുറച്ച് മീൻ നേരാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാര്യം അറിയാമല്ലോ, വൈകുന്നേരമാണ് കറി വയ്ക്കലൊക്കെ. മീനൊക്കെ നേരാക്കി അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കി പുളി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ അടുപ്പത്ത് വെച്ച് വേവിക്കാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോഴേക്കും ഇതായിട്ടിന് ഇതാ പഴമൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരവിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 മുട്ട എടുത്തിട്ട് നല്ലതുപോലെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾ ചെയ്യണത് എന്താ പറയുക ഏലക്കായും അതുപോലെ തന്നെ ഏലക്കായ പൊടിച്ചത് കേട്ടോ, അതും പിന്നെ തേങ്ങയും കൂടെ നന്നായിട്ട് ഇങ്ങനെ പഴത്തിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേണ്ട ചേരുവകളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് തയ്യാറാക്കി എടുക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ മുറിച്ച് വെച്ച ബ്രെഡ് കേട്ടോ നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൽ കലക്കി വെച്ചിട്ടുള്ള മുട്ട നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോ എടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോഴേക്കും ആളത് ഫില്ല് ചെയ്യൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ പോലെ തന്നെ ആ ബ്രെഡിൽ മുട്ട തേച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളുടെ എന്താ പറയുക നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് ആളത് നന്നായിട്ട് ചുരുട്ടുകയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ റോളൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഇങ്ങനെ ചുരുട്ടി വയ്ക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പൂമ്പാറ്റയ്ക്കാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അവൾക്ക് എന്താ പറയുക ടൊമാറ്റോ സോസോ അതുപോലെ മയോണീസോ എന്തെങ്കിലും ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ടൊമാറ്റോ സോസ് ഇല്ല. അപ്പോൾ എന്തായാലും ഏട്ടൻ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മുട്ടയുടെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മുട്ടയെ കൊണ്ടുവന്നത്, 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിലത്തെ ഒരു മുട്ട എടുത്തിട്ട് ഞാൻ മയോണീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു മയോണീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആകെ 2-3 ചേരുവകൾ മാത്രം മതി കേട്ടോ മയോണീസിന്. നമ്മുടെ സ്നാക്കും മയോണീസൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ മീൻ ഉണക്കിൽ വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മീൻ വറുക്കുകയും വേണം, അതുപോലെ തന്നെ നമ്മളുടെ കറി ഒന്ന് വറുത്തിടുകയും വേണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളുടെ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീൻ വറുക്കൽ കഴിഞ്ഞു. ഇനി ഇതാ നമ്മുടെ കറി ഒന്ന് വറുത്തിടണം കേട്ടോ. അപ്പോൾ എന്തായാലും കറി വറുത്തിടാനുള്ള കാര്യങ്ങളും നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മൂപ്പിച്ചിട്ട് കറിയിൽ ഒഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്കൊരു പ്രത്യേക നിറം ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അധികവും ഞാൻ മീൻ കറി ആണെച്ചാലും മീൻ പുളി ആണെച്ചാലും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. എനിക്കിങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ മീൻ വറുക്കലും വറുത്തിടലും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ സ്നാക്ക് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ സ്നാക്സിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ എൻ്റെ മയോണീസും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മയോണീസ് വീട്ടിൽ ട്രൈ ചെയ്യണത്. എനിക്ക് മയോണീസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത് എൻ്റെ ഫ്രണ്ട് ജിൻസനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്